നമസ്കാരം. ഈ ഒരു ക്ലാസ്സിൽ PYQ അനാലിസിസ് തുടരുകയാണ്. ധർമ്മശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യമാണ്. UGC നെറ്റ്. അധോ വാക്യദ്വയം വർത്തതെ ഏകം അഭികഥനം ദ്വിതീയം തസ്യ കാരണം. ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ റീസണും തന്നിട്ടുണ്ട്. എ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആധുനികേ യുഗേ ഋണാദാനം യഥേച്ഛം ഭവതി. അതായത് ആധുനിക യുഗത്തിൽ കടം വാങ്ങലും കൊടുക്കലും ഋണാദാനം അത് യഥേഷ്ടം നടക്കുന്നുണ്ട്. ഈ ഒരു പ്രസ്താവന ശരിയാണ്. കാരണം ഇന്ന് ആധുനിക കാലത്ത് വായ്പ എടുക്കുവാനുള്ള സൗകര്യങ്ങൾ വളരെ വ്യാപകമാണ്. ഇനി റീസൺ നോക്കാം. യതോ ഹി യാജ്ഞവൽക്യാദി സ്മൃതിഷു ഋണാദാനസ്യ വിധാനം വർത്തതെ. എന്തെന്നാൽ യാജ്ഞവൽക്യ സ്മൃതി തുടങ്ങിയ പ്രാചീന സ്മൃതി ഗ്രന്ഥങ്ങളിൽ കടം കൊടുക്കുന്നതിനെക്കുറിച്ചും വാങ്ങുന്നതിനെക്കുറിച്ചുമുള്ള നിയമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം രണ്ടും ശരിയാണോ എന്ന് നോക്കുമ്പോൾ എ ശരിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് വായ്പ എടുക്കലും കടം വാങ്ങലും കൊടുക്കലും ഒക്കെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ ആധുനിക യുഗീ ഋണാദാനം യഥേച്ഛം ഭവതി എന്നുള്ളത് ശരിയാണ്. ഇനി യാജ്ഞവൽക്യാദി സ്മൃതിഷു ഋണാദാനസ്യ വിധാനം വർത്തതെ. യാജ്ഞവൽക്യ സ്മൃതി തുടങ്ങിയവയിൽ എന്താണ് കടം കൊടുക്കുന്നതിനെക്കുറിച്ചും വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതും ശരിയാണ്. പക്ഷേ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല ആർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ യാജ്ഞവൽക്യ സ്മൃതിയിൽ വ്യവഹാര അധ്യായത്തിൽ ഋണാദാനം എന്നൊരു പ്രത്യേകം ഭാഗം തന്നെയുണ്ട്. പക്ഷേ ആധുനിക കാലത്ത് വായ്പകൾ വർദ്ധിക്കാൻ കാരണം പ്രാചീന സ്മൃതികളിലെ നിയമങ്ങളല്ല, മറിച്ച് എന്താണ് ഇന്നത്തെ ബാങ്കിങ് സംവിധാനങ്ങളും സാമ്പത്തിക ആവശ്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ യാജ്ഞവൽക്യ സ്മൃതിയിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടൊന്നല്ല ഇന്നത്തെ യുഗത്തിൽ കടം വാങ്ങലും കൊടുക്കലും യഥേഷ്ടം നടക്കുന്നത്. അപ്പോൾ എയും ആറും ശരിയാണ്. പക്ഷേ ആർ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ള ഓപ്ഷനാണ് ശരി. അതായത് ഓപ്ഷൻ 2 എ ആർ ഉഭയമപ്പി സത്യം പരം ആർ എ ഇത്യസ്യ സമ്യക് വ്യാഖ്യാനം ന കരോതി. ഇനി അടുത്തൊരു നെറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ജ്യോതിഷത്തിൽ നിന്നുമാണ്. രാശിക്രമാനുസാരേണ നാമാനി വ്യവസ്ഥാപയത. രാശിക്രമം അനുസരിച്ച് നാമങ്ങൾ ക്രമത്തിൽ എഴുതാനാണ്. അതായത് ഓപ്ഷൻസ് ഭൂപാലഃ, ഘോരപടേ, ഷൺമുഖഃ, ടീനോമാരിയ, രൂപസി. അതായത് ഇത് ആദ്യം കണ്ടപ്പോൾ എന്താണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോരുത്തരുടെ പേരുകളാണ്, ഓരോ നാമങ്ങളാണ്. അപ്പോൾ ഇത് രാശി അനുസരിച്ച് ക്രമത്തിൽ എഴുതാനാണ്. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ ഓരോ രാശിക്കും ഓരോ അക്ഷരങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, നാമാക്ഷരങ്ങൾ. അത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചീച്ചു, ചോ എന്നൊക്കെ പറഞ്ഞല്ലോ. ഓരോ രാശിക്കും ഓരോ നാമാക്ഷരങ്ങളുണ്ട്. അപ്പോൾ ജനിക്കുന്ന കുട്ടിക്ക് ആ അക്ഷരം വെച്ച് പേരിടാം എന്നൊക്കെ പറയലുണ്ടായിട്ടുണ്ട്, മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ പേരുകളെ ക്രമീകരിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്ഷൻ 4 ആണ് ശരി. BDCEA. അതായത് ഘോരപടേ, ഡി രൂപസി, സി ഷൺമുഖഃ, ഇ ഡീനോമാരിയ, എ ഭൂപാലഃ. അങ്ങനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഘോ ഓപ്ഷൻ ബി ഘോരം. ഘോ എന്നുള്ളത് മിഥുനം രാശിയുടെ അക്ഷരമാണ്. പിന്നെ ഡി, അതായത് ഓപ്ഷൻ ഡി ടീനോമാരിയ, അത് ഡി എന്നുള്ളത് കർക്കടകൻ രാശിയുടെ അക്ഷരമാണ്. അപ്പോൾ മിഥുനം, കർക്കടകം. ഇനി ഷാ എന്നുള്ളത് ഷൺമുഖൻ്റെ ഷാ കന്നി രാശിയുടെ അക്ഷരമാണ്. ഇനി തുലാത്തിൻ്റെ അക്ഷരമാണ് രു, അപ്പോൾ അത് അടുത്തത് വന്നു. ഇനി ധനുവിൻ്റെ അക്ഷരമാണ് ഭൂ, അതുകൊണ്ട് അത് വന്നു. അപ്പോൾ മിഥുനം, കർക്കടകം, കന്നി, തുലാം, ധനു എന്നുള്ള ക്രമത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻ 4 ആണ് ശരിയായിട്ട് ഉത്തരം വരിക. ഇനി അടുത്ത ചോദ്യം പുരാണേതിഹാസത്തിൽ നിന്നുള്ളതാണ്. ഭീഷ്മപർവണി ക്രമശഃ 5 ദിവസേഷു ഘടനാഃ വർണ്ണിതാഃ സന്തി. ഭീഷ്മപർവത്തിൽ നടന്നിട്ടുള്ള 5 ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ക്രമത്തിൽ എഴുതാനാണ്. അതായത് ഗരുഡ വ്യൂഹരചന, വിരാടകുമാരസ്യ ഉത്തരസ്യ വധം, കലിംഗരാജസ്യ വധം, സംയമനിപുത്രസ്യ വധം, സാത്യകിപുത്രാണാം സംഹാരഃ. ഇതൊക്കെ ക്രമത്തിൽ കഥ എങ്ങനെയാണ് പോണത് അതനുസരിച്ച് എഴുതാനാണ് പറയണത്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം BCADE എന്നുള്ളതാണ്. BCADE. അതായത് 4
ഓപ്ഷൻ 4 അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആദ്യത്തെ 5 ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളെ ക്രമമനുസരിച്ച് എഴുതാനാണ് ഇവിടെ പറയണത്. അപ്പോൾ ആദ്യം നടന്നത് വിരാട കുമാരസ്യ ഉത്തരസ്യ വധം. വിരാട രാജകുമാരനായ ഉത്തരൻ്റെ വധമാണ് ആദ്യം നടക്കുന്നത്. രണ്ടാമത്തെ ദിവസം കലിംഗരാജസ്യ വധം, കലിംഗ രാജാവിൻ്റെ വധമാണ്. മൂന്നാമത്തെ ദിവസം ഗരുഡവ്യൂഹ രചനയാണ്. ഭീഷ്മർ കൗരവപടയ്ക്ക് വേണ്ടിയിട്ട് ഗരുഡവ്യൂഹം ചമയ്ക്കുകയാണ്. നാലാമത്തെ ദിവസം സംയമനിപുത്രൻ്റെ വധമാണ്, സംയമനിയുടെ പുത്രൻ്റെ വധമാണ്. ഇനി അഞ്ചാമത്തെ ദിവസം സാത്യകിപുത്രാണാം സംഹാരഃ, സാത്യകിപുത്രന്മാരുടെ വധമാണ് നടക്കുന്നത്. ഇനി അപ്പോൾ ആ ഗ്രന്ഥത്തിലെ സംഭവങ്ങളുടെ ക്രമം വരെ ചോദിക്കുന്നുണ്ട് എന്നർത്ഥം. ഇനി അടുത്ത ചോദ്യമാണ്, അനുല്ലംഘനീയാൻ ഏതാൻ യാജ്ഞവൽക്യ സ്മൃത്യനുസാരേണ ആരോഹക്രമേണ വ്യവസ്ഥാപയത. ഓപ്ഷൻസ് ഋത്വിക്, ആചാര്യ, ദേവത, രാജ, സ്നാതക. എന്താണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, യാജ്ഞവൽക്യ സ്മൃതി അനുസരിച്ച്, യാജ്ഞവൽക്യ സ്മൃതി അനുസാരേണ, അനുല്ലംഘനീയാൻ ലംഘിക്കാൻ പാടില്ലാത്തതും ആദരിക്കപ്പെടേണ്ടവരുമായിട്ടുള്ള വ്യക്തികളെ അവരുടെ പ്രാധാന്യത്തിൻ്റെ ആരോഹണക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരണത് സി ദേവത, പിന്നെ എ ഋത്വിക്, പിന്നെ സ്നാതക, ഇ സ്നാതക, ബി ആചാര്യ, ഡി രാജ എന്നുള്ളതാണ്. അതായത് ഓപ്ഷൻ 2 CAEBD എന്നുള്ളതാണ്. അപ്പോൾ ദേവത എന്ന് പറഞ്ഞാൽ ദേവതയിലാണ് ആരംഭിക്കുന്നത്. ഏറ്റവും ആദ്യം ആദരിക്കേണ്ടതും ആയിട്ടുള്ള ദേവതയാണ്. അതിനുശേഷം ഋത്വിക്, യജ്ഞങ്ങൾ നടത്തുന്ന പുരോഹിതനാണ്. അത് കഴിഞ്ഞ് സ്നാതകൻ, അതായത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയാണ്. അതിനുശേഷം ആചാര്യ, വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപദേശിച്ചു തരുന്ന ആളാണ്. രാജ, ഭൂമിയിലെ പരമാധികാരിയാണ്. അതായത് ഇത് യാജ്ഞവൽക്യ സ്മൃതിയിലെ ആദ്യ അധ്യായമായ ആചാരാധ്യായത്തിൽ പറയുന്ന ശ്ലോകത്തിൽ നിന്ന് 152ാമത്തെ ശ്ലോകത്തിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. സൂത്രകാരാഭിമത ജാതിഭേദാനാം സമുചിതം ക്രമം ചെനുത. അതായത് ഗൗതമ മഹർഷിയുടെ ന്യായസൂത്രത്തിൽ ജാതികളെ പറ്റി പറയുന്നുണ്ട്. അതായത് 24 ജാതികളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ജാതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ABCDE എന്നിങ്ങനെ. ആ 24 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം മാത്രം എടുത്ത് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതിനെ ക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഈ എന്താണ് ജാതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ന്യായസൂത്രത്തിൽ ഗൗതമ മഹർഷി 16 പദാർത്ഥങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. എന്താണ്? പ്രമാണ, പ്രമേയ, സംശയ, പ്രയോജന, ദൃഷ്ടാന്ത, സിദ്ധാന്ത, അവയവ, തർക്ക, നിർണയ, വാദ, ജൽപ, വിതണ്ട, ഹേത്വാഭാസ, ഛല, ജാതി, നിഗ്രഹസ്ഥാനാനാം തത്വജ്ഞാനാത് നിശ്രേയസാധിഗമഃ. ഈ 16 പദാർത്ഥങ്ങളുടെ തത്വജ്ഞാനത്തിൽ നിന്നും നിശ്രേയസം കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 16 പദാർത്ഥങ്ങളിൽ പെട്ട ഒന്നാണ് ജാതി എന്ന് പറയുന്നത്. അതായത് ജാതി എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചാൽ, സാധർമ്മ്യ വൈധർമ്മ്യാഭ്യാം പ്രത്യവസ്ഥാനം ജാതി എന്ന് പറയുന്നു. അതായത് ഒരു യഥാർത്ഥ യുക്തിയോ തെളിവോ ഇല്ലാണ്ട് കേവലം സാദൃശ്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് മറ്റൊരാളുടെ ശരിയായ വാദത്തെ എതിർക്കാൻ ശ്രമിക്കുന്ന വ്യാജമായ വാദമുഖമാണിത്. അതായത് വാദപ്രതിവാദങ്ങളിൽ സ്വന്തം ഭാഗം ന്യായീകരിക്കാനോ ശാസ്ത്രീയമായി ജയിക്കാനോ സാധിക്കാണ്ട് വരുമ്പോൾ, വാദപ്രതിവാദം നടക്കുമ്പോൾ അവിടെ ജയിക്കാൻ ഒരാൾക്ക് പറ്റാണ്ട് വരുമ്പോൾ എതിരാളിയെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തെറ്റായ തർക്കരീതിക്കാണ് ജാതി എന്ന് പറയുന്നത്. അതായത് കുതർക്കം.
കുതർക്കങ്ങളെയാണ് ജാതി എന്ന് പറയുന്നത്. അത് 24 തരമുണ്ട് എന്ന് ഗൗതമ മഹർഷി പറയുന്നു. അതിങ്ങനെയാണ് ആ സൂത്രം: സാധർമ്മ്യ വൈധർമ്മ്യോത്കർഷാപകർഷ വർണ്യാവർണ്യ വികൽപ്പ സാധ്യപ്രാപ്തി അപ്രാപ്തി പ്രസംഗ പ്രതിദൃഷ്ടാന്ത അനുത്പത്തി സംശയ പ്രകരണ ഹേത്വർത്ഥാപത്യ വിശേഷോപപത്യുപലബ്ധി അനുപലബ്ധി നിത്യാനിത്യ കാര്യസമാഹ എന്നതാണ് സൂത്രം. അതായത് 24 ജാതികളുണ്ട്. അവയുടെ പേരുകൾ ഇപ്പോൾ ഞാൻ ക്രമത്തിൽ പറയാം. സാധർമ്മ്യ സമഹ, വൈധർമ്മ്യ സമഹ, ഉത്കർഷ സമഹ, അപകർഷ സമഹ, വർണ്യ സമഹ, അവർണ്യ സമഹ, വികൽപ്പ സമഹ, സാധ്യ സമഹ, പ്രാപ്തി സമഹ, അപ്രാപ്തി സമഹ, പ്രസംഗ സമഹ, പ്രതിദൃഷ്ടാന്ത സമഹ, അനുത്പത്തി സമഹ, സംശയ സമഹ, പ്രകരണ സമഹ, അഹേതു സമഹ, അർത്ഥാപത്തി സമഹ, സവിശേഷ സമഹ, ഉപപത്തി സമഹ, ഉപലബ്ധി സമഹ, അനുപലബ്ധി സമഹ, അനിത്യസമഹ, നിത്യസമഹ, കാര്യസമഹ. ഇങ്ങനെ 24 ജാതികൾ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇവിടെ പറയുന്ന ഓപ്ഷൻ 4 ആണ് ശരിയെന്ന് മനസ്സിലാകും. അതായത് ഓപ്ഷൻ 4 സി, അതായത് സംശയ സമഹ. ആദ്യത്തേത് സംശയ സമഹ. അടുത്തത് ഈ അർത്ഥാപത്തി സമഹ, അല്ലേ? ഈ പ്രകരണ സമഹ, ഈ പ്രകരണ സമഹ. അടുത്തത് എ, അതായത് അഹേതു സമഹ. അടുത്തത് ഡി, അർത്ഥാപത്തി സമഹ. അടുത്തത് ബി, അവിശേഷ സമഹ. അടുത്തത് സി, ഇ, എ, ഡി, ബി. ഈ ക്രമത്തിൽ സംശയ സമഹ, പ്രകരണ സമഹ, അഹേതു സമഹ, അർത്ഥാപത്തി സമഹ, സവിശേഷ സമഹ എന്നിങ്ങനെ. സവിശേഷ സമല്ല, അവിശേഷ സമഹ എന്നിങ്ങനെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പ്രശസ്തപദാഭിമത മൂർത്തഗുണാനാം സമുചിതം ക്രമം ചിനുത. ഇത് ന്യായവൈശേഷികത്തിൽ നിന്നുള്ള ചോദ്യമാണ്. പ്രശസ്തപാദൻ്റെ അഭിപ്രായത്തിൽ മൂർത്ത ഗുണങ്ങളുടെ ക്രമം, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗുണങ്ങളാണ്. അതായത് മൂർത്ത ദ്രവ്യങ്ങളിലുള്ള ഗുണങ്ങളെയാണ് ഇവിടെ ഓപ്ഷനുകളിൽ കൊടുത്തിരിക്കുന്നത്. വേഗ, അപരത്വം, ദ്രവത്വം, ഗുരുത്വം, സ്നേഹ എന്ന്. അപ്പോൾ ഈ മൂർത്ത ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പൃഥ്വി, അപ്പ്, തേജസ്, വായു. മനസ്സ്, ഇവയാണ് മൂർത്തദ്രവ്യങ്ങളെന്ന് പറയുന്നത്. അതായത് വൈശേഷിക ദർശനം കണാദ മഹർഷിയാണല്ലോ അതിൻ്റെ ഉപജ്ഞാതാവ്, വൈശേഷിക സൂത്രത്തിൻ്റെ. അതിന് ആചാര്യ പ്രശസ്തപാദർ ഒരു ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ആ ഭാഷ്യത്തിൻ്റെ പേര് പ്രശസ്തപാദ ഭാഷ്യം എന്ന് പറയാം, അല്ലെങ്കിൽ പദാർത്ഥധർമ്മ സംഗ്രഹം എന്ന് പറയാം. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ 24 ഗുണങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ മൂർത്തദ്രവ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഗുണങ്ങളാണ് മൂർത്ത ഗുണങ്ങൾ. മൂർത്തദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരിമിതമായ അളവുള്ളതും ചലനശേഷിയുള്ളതുമായ ദ്രവ്യങ്ങളെയാണ് മൂർത്തദ്രവ്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത രൂപമുള്ളതും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചലിക്കാൻ സാധിക്കുന്നതുമായ പദാർത്ഥങ്ങളെയാണ് മൂർത്തദ്രവ്യങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രമത്തിൽ എഴുതാനാണ് പറയണത്. അപ്പോൾ നമ്മൾ ഗ്രന്ഥം നോക്കുമ്പോൾ സൂത്രം എങ്ങനെയാണ് പോകുന്നത്? 24 ഗുണങ്ങളെ പറയുന്ന സൂത്രം ഇങ്ങനെയാണ്: രൂപരസഗന്ധസ്പർശാഹ സംഖ്യാഹ പരിമാണാനി പൃഥക്ത്വം സംയോഗ വിഭാഗൗ പരത്വാപരത്വേ ബുദ്ധയഃ സുഖദുഃഖേച്ഛാദ്വേഷൗ പ്രയത്നാശ്ച ഗുണാഹ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബി, ഡി, സി, ഇ, എ. അതായത് ബി അപരത്വം, ഡി ഗുരുത്വം, സി ദ്രവത്വം, ഇ സ്നേഹ, എ വേഗ.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ പറയാം, ബി അപരത്വം, ഡി ഗുരുത്വം, ഇപ്പോൾ ഇവിടെ പറഞ്ഞത് സൂത്രമാണ് ഞാൻ പറഞ്ഞത്. രൂപരസഗന്ധസ്പർശാഹ സംഖ്യാഹ പരിമാണാനി പൃഥക്ത്വം സംയോഗവിഭാഗൗ പരത്വ അപരത്വേ ബുദ്ധയഃ സുഖദുഃഖേ ഇച്ഛാദ്വേഷോ പ്രയത്നാശ്ച ഗുണാഹ എന്നുള്ളത് സൂത്രമാണ്. അപ്പോൾ പ്രശസ്തപാദഭാഷ്യത്തിൽ പറയുന്നതാണല്ലോ ഇവിടെ ചോദ്യം. അപ്പോൾ സൂത്രകാരൻ, അതായത് കണാദ മഹർഷി 17 ഗുണങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഞാൻ വായിച്ച സൂത്രത്തിൽ 17 ഗുണങ്ങളെ പറയുന്നുള്ളൂ, 24 എണ്ണം ഇല്ല. അപ്പോൾ പ്രശസ്തവാദ ഭാഷ്യത്തിൽ പ്രശസ്തവാദ ആചാര്യൻ പറയുന്നുണ്ട്, ഗുണാശ്ച രൂപരസഗന്ധസ്പർശ സംഖ്യാ പരിമാണ പൃഥക്ത്വ സംയോഗ വിഭാഗ പരത്വ അപരത്വ ബുദ്ധി സുഖ ദുഃഖേച്ഛാദ്വേഷ പ്രയത്നാശ്ചേതി കണ്ഠോക്താഹ 17. 17 എണ്ണമാണ് അദ്ദേഹം പറയുന്നത്, ആ സൂത്രകാരൻ കണാദ മഹർഷി എന്ന് പ്രശസ്തവാദ ആചാര്യർ പറയുകയാണ്. 17 പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ശബ്ദ സമുച്ചിതാശ്ച ഗുരുത്വ ദ്രവത്വ സ്നേഹ സംസ്കാരാദൃഷ്ട ശബ്ദാഹ സപ്തൈവ ഇത്യേവം 24 ഗുണാഹ. പക്ഷേ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. പ്രയത്നാശ്ച ഗുണാഹ എന്ന് കണാദ മഹർഷിയുടെ സൂത്രത്തിൽ ശബ്ദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗുരുത്വം, ദ്രവത്വം, സ്നേഹം, സംസ്കാരം, അദൃഷ്ടം ശബ്ദം തുടങ്ങിയിട്ടുള്ള 7 ഗുണങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് 24 ഗുണങ്ങളുണ്ട് എന്ന് പറയാം എന്നാണ് പ്രശസ്തപാദാചാര്യർ പറയുന്നത്. അപ്പോൾ ആ പ്രശസ്തപാദാചാര്യർ പറയുന്നത് വെച്ചിട്ടാണ് ഈ ചോദ്യം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ 3 ബി അപരത്വം, പിന്നെ ഡി ഗുരുത്വം, സി ദ്രവത്വം, പിന്നെ ഇ സ്നേഹ, എ വേഗ എന്ന് പറയുന്നു. ഇവിടെ വേഗ എന്ന് പറയുന്നതൊരു സംശയമുണ്ട്. കാരണം വേഗ എന്നുള്ളൊരു ശബ്ദം ഇവിടെ പ്രശസ്തപാദാചാര്യർ പ്രയോഗിച്ചിട്ടില്ല. എന്തായാലും ഓപ്ഷൻ 3 ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അപ്പോൾ വ്യാഖ്യാനം നോക്കി നോക്കാം. വ്യാഖ്യാനത്തിൽ സംസ്കാര ഇതി സച വേഗസ്യ ഭാവനായാഹ സ്ഥിതസ്ഥാപകസ്യ ചാഭിധാനം. അപ്പോൾ കുഴപ്പമില്ല. അതായത് സംസ്കാരം എന്ന് പറഞ്ഞോലോ പ്രശസ്തപാദാചാര്യർ, അത് സംസ്കാരം എന്ന പദം കൊണ്ട് തന്നെ വേഗവും ഭാവനയും സ്ഥിതസ്ഥാപകവും ഇത് 3 അതിൽ പെട്ടു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സംസ്കാര എന്നുള്ള അർത്ഥത്തിൽ എന്നുള്ളതിന് കീഴിൽ വേഗ വരും. അപ്പോൾ ഉത്തരം ശരിയായി. അപ്പോൾ പ്രശസ്തപാദാചാര്യർ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗമാണ് ഇവിടെ ചോദ്യത്തിന് ആധാരം. എന്താണ്? ഗുണാശ്ച രൂപരസഗന്ധസ്പർശ സംഖ്യാ പരിമാണ പൃഥക്ത്വ സംയോഗ വിഭാഗ പരത്വാപരത്വ ബുദ്ധി സുഖ ദുഃഖേച്ഛാദ്വേഷ പ്രയത്നാശ്ചേതി കണ്ഠോക്താഹ 17 ശബ്ദ സമുച്ചിതാശ്ച ഗുരുത്വ ദ്രവത്വ സ്നേഹ സംസ്കാരാദൃഷ്ട ശബ്ദാഹ സപ്തൈവേത്യവം 24 ഗുണാഹ. അപ്പോൾ വൈശേഷിക സൂത്രത്തിൻ്റെ പ്രശസ്തപാദ ഭാഷ്യത്തിലാണ് ഈ ഒരു ഭാഗം ഉള്ളത്. ഇനി കുറച്ച് ചോദ്യങ്ങളും കൂടി ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.